വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ. തന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് മഞ്ജു. കലോത്സവ വേദിയിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിൽ എത്തുന്നത്. അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു. പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ. എന്നാൽ തിരിച്ചു വന്ന മഞ്ജുവിനെ അതേ സ്നേഹത്തോടെ തന്നെയാണ് മലയാളികൾ സ്വീകരിച്ചത്. നിർത്തിയിടത്തു നിന്നും തുടങ്ങുകയായിരുന്നു മഞ്ജു. ഇന്നും മലയാള സിനിമയുടെ സൂപ്പർ നായികയാണ് മഞ്ജു. മഞ്ജു വാര്യർ നായികയായി എത്തിയ ആദ്യ സിനിമയാണ് സല്ലാപം. ദിലീപ്, മനോജ് കെ ജയൻ എന്നിവർ ആയിരുന്നു മഞ്ജുവിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയത്. ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയിലൂടെ ഷൂട്ടിംഗ് സെറ്റിലെ രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് മനോജ് കെ ജയൻ. ഷൂട്ടിംഗ് വേളയിൽ മഞ്ജുവും അമ്മ ഗിരിജയും ചെറുതുരുത്തി ഗസ്റ്റ് ഹൌസിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ മനോജ് കെ ജയനും ദിലീപും ചേർന്ന് മഞ്ജുവിന് ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ചെറുതുരുത്തി ഗസ്റ്റ് ഹൌസിൽ പ്രേതബാധയുണ്ടെന്ന് പൊതുവെ ഒരു സംസാരം ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു. ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി രണ്ടാളും കൂടെ മഞ്ജുവിനെ പേടിപ്പിക്കാൻ പദ്ധതിയിട്ടു. തലവഴി ബെഡ്ഷീറ്റ് പുതച്ച് ജനലിന് പുറത്ത് ചിലങ്കയുടെ ശബ്ദമുണ്ടാക്കി മനോജ് കെ ജയനും ദിലീപും നടന്നു നീങ്ങി. ദാഹിക്കുന്നു, ഇച്ചിരി രക്തം കിട്ടിയിരുന്നുവെങ്കിൽ എന്നായിരുന്നു അന്ന് മഞ്ജുവിനോട് ചോദിച്ചത്. അതിന് മറുപടിയായി ബിസ്ലേറി മതിയോ എന്നാണ് മഞ്ജു ചോദിച്ചത്. അന്ന് തൊട്ടേ മനസ്സിലായി അത്യാവശ്യം കെണി പരിപാടികളൊന്നും മഞ്ജുവിന്റെ അടുത്ത് നടക്കില്ലെന്ന് എന്നും മനോജ് കെ ജയൻ പറഞ്ഞു. മഞ്ജു വാര്യർ അന്നേ മിടുക്കിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന സല്ലാപം സുന്ദർദാസ് സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രമാണ്. ഈ ചിത്രത്തിലെ രാജപ്പൻ എന്ന ചെത്തുകാരന്റെ വേഷമാണ് കലാഭവൻ മണിയെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കിയത്. സല്ലാപത്തിന് പിന്നാലെ കുടമാറ്റം, വർണ്ണക്കാഴ്ചകൾ, കുബേരൻ, വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ സിനിമകളും ഒരുക്കിയ സംവിധായകനാണ് സുന്ദർദാസ്. അതേസമയം വെള്ളരിപ്പട്ടണമാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ. തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാൻ, മിസ്റ്റർ എക്സ്, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ളത്. ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ട്.